Hello everyone, good morning. I am George Varghese from Admia International Kottayam. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ചെറിയ കാര്യത്തെ പറ്റിയാണ്. പക്ഷേ ചെറുതായിട്ടല്ല, വലുതാണ്. കാരണം അതിനകത്ത് മാർക്ക് കിട്ടുന്നതും പോകുന്നതും ഒരു കാര്യമാണ്. അതിനാണ് കോൺട്രാക്ഷൻ. ഈ ഷോർട്ട് ഫോംസ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതിന് വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻസ്. ഇതിൻ്റെ അർത്ഥം ഇത് തന്നെ, ഷോർട്ട് ഫോംസ്. ഇനി ചില ഷോർട്ട് ഫോംസ് പഠിക്കാൻ എളുപ്പമാണ്. സം ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. Easy to understand and read or grasp, but some of them cause some hesitation. നമുക്ക് സംശയങ്ങൾ ഉളവാക്കുന്നു. Some doubts, hesitation. അതിൻ്റെ എക്സാമ്പിളാണ്, അതിനുള്ള പരിഹാരമാണ് ഈ ചെറിയ ക്ലാസ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതെന്തിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ആം. സെൻറ്റൻസ്, ഐ ആം റൈറ്റിംഗ് നൗ. രണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടാലോ, അല്ലെങ്കിൽ ഐ. ഇതെന്തിൻ്റെ ഷോർട്ട് ഫോമാണ്? സാധാരണഗതിയിൽ ഒത്തിരി പേർക്ക് പിടികിട്ടിയല്ല. ഒന്ന്, ഐ ഈസിൻ്റെ അല്ല. കാരണം അങ്ങനത്തെ അതൊരു റോങ് ഗ്രാമർ. ഐ ഈസ് എന്ന് പറഞ്ഞ യൂസേജ് ഇംഗ്ലീഷിലില്ല. ഇനി ഐ ഹാസ് അല്ല. കാരണം ഐയുടെ കൂട്ടത്തിൽ പോകേണ്ടത് ഹാവ് ആണ്, അല്ലെങ്കിൽ ഹാഡ്. പ്രസന്റ് ടെൻസിൽ ഹാവും പാസ്റ്റ് ടെൻസിൽ ഹാഡും ആണ്. സോ ഇത് രണ്ടുമല്ല. ഇനി ഒരെണ്ണം ശരിയാണ്, ഐ വാസ്. സോ ഇത് ഐ ആസ് അല്ല, ഐ വാസ്. ഒരു ഷോർട്ട് ഫോം. ഡബ്ല്യു ഇച്ച് ഒന്ന് കോൺട്രാക്ട്, ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ചുങ്ങി കൊടുക്കുന്നു. അതുകൊണ്ട് ഐ വാസ്. സോ ഐ വാസ് സ്റ്റാൻഡിങ് ദെയർ. I was standing there when you came. നിങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതുപോലെ വേറെ കുറെ കൺഫ്യൂഷൻ ഉളവാക്കുന്ന വേറെ ഷോർട്ട് ഫോംസ് ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ എടുക്കുന്നു. ഒരെണ്ണം മാത്രം. അത് ഹി, ഷീ, ഇറ്റ് കൂട്ടിയുള്ളതാണ്. അവിടെയും അപ്പോസ്ട്രോഫി എസ് ആണ് കാര്യം. സോ ഒന്ന്, ഹി എസ്, അല്ലെങ്കിൽ അതിനൊപ്പം ഷിസ്, അല്ലെങ്കിൽ ഐ ടി എസ്, ഇറ്റ്സ്. ഇതെന്താണ്? ഇത് ഓരോന്നിനും മൂന്നെണ്ണം വീതമുണ്ട്, അർത്ഥമുണ്ട്. അതിൽ ഒരെണ്ണം എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇറ്റ് ഈസ്. രണ്ട്, ഇറ്റ് വാസ്. മൂന്ന്, ഇറ്റ് ഹാസ്. ഈ മൂന്നെണ്ണമാണ്. അതുപോലെ ഷീക്കും ഉണ്ട്. ഷീ ഈസ്, ഷീ വാസ്, അല്ലെങ്കിൽ ഷീ ഹാസ്. ഇതുപോലെ തന്നെ നമ്മളിവിടെ വരും, ഹി ഈസ്, ഹി വാസ്, ഹി ഹാസ്. ഇതെങ്ങനെ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും? അതാണ് നമ്മുടെ പ്രശ്നം. ഒത്തിരി ആളുകൾ പ്രത്യേകിച്ച് ലിസണിങ് ടെസ്റ്റ് എടുക്കുമ്പോൾ, സ്പീക്കിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ, അല്ലെ റീഡിംഗ് ടെസ്റ്റിന് പാസേജ് വായിക്കുമ്പോൾ അവരിവിടെ ഇങ്ങനത്തെ ഒരു കാര്യം കാണുമ്പോൾ തങ്ങി നിന്നു പോവുകയാണ്. അത് ഹീസ് ആണോ, ഹി വാസ് ആണോ, ഹി ഹാസ് ആണോ? നമ്മൾ ഈ സബ്ജക്റ്റ് ഭാഗത്ത് ഇവിടെ നോക്കിയാൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഷോർട്ട് ഫോം കഴിഞ്ഞ്, ഈ അപ്പോസ്ട്രോഫി എസ് കഴിഞ്ഞ് എന്ത് വരുന്നുവോ അത് തീരുമാനിക്കും ഇത് ഹി എസ് ആണോ, ഹി വാസ് ആണോ, ഹി ഹാസ് ആണോ. എക്സാമ്പിൾ, ഒരു ഷോർട്ട് ഫോം. He is swimming in a pool now. He is swimming in. He is ന്റെ ഷോർട്ട് ഫോം ആണ് ഇത്. പക്ഷെ അത് ഈസ് ആണെന്ന് എങ്ങനെ തീരുമാനിക്കും? നൗ എന്ന് പറയുന്ന വാക്കൗടിയുണ്ട്. ഇപ്പോൾ അവൻ നീന്തൽക്കുളത്തിൽ നീന്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈസ്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത് ഹി ഈസ്. അത് ഹി ഹാസ് അല്ല, ഹി വാസ്. ഇനി ഹി ഹാസ് ആക്കി മാറ്റുന്നു.
ഹിസ് ബീൻ സ്വിമ്മിങ് ഇൻ ദാറ്റ് പൂൾ. ആ തടാകത്തിൽ, ആ ലേക്കിൽ, ആ കുളത്തിൽ അവൻ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരമായി പുള്ളി അങ്ങ് ഇറങ്ങിയിട്ട്. ബീൻ സ്വിമ്മിങ്, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഈസ് വരില്ല, വാസ് വരില്ല. ഹാസിന്റെ ഷോർട്ട് ഫോം എസ്. ഇതെങ്ങനെ വന്നു? ഈ ഹാസിൽ നിന്നും എച്ച് എ മുറിച്ച് കളയുന്നു, ബാക്കി അപ്പോസ്ട്രോഫി ഇടുന്നു. സോ ഹിസ് ബീൻ. സോ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഈ അപ്പോസ്ട്രോഫി എസ് ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഈ വാക്ക് അവിടെ വന്നിരിക്കുന്നത്, ഈ ടെൻസ് മാറിയതുകൊണ്ട് ഇതിന്റെ ഹി ഈസ് അല്ല, ഹി വാസ്, ഹിസ് ബീൻ മാത്രമേ വരുള്ളൂ. അങ്ങനെ വായനയിൽ നമ്മൾ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഇനി ഹി വാസ്, അതെങ്ങനെയാണ്? ഹി വാസ് സ്വിമ്മിങ് ഇൻ ദാറ്റ് പൂൾ യെസ്റ്റർഡേ. ആദ്യത്തെ സെന്റൻസിൽ നൗ വന്നതുപോലെ ഇപ്പോഴത്തെ സമയം സൂചിപ്പിക്കാൻ ഇവിടെ യെസ്റ്റർഡേ ഇന്നലത്തെ, കഴിഞ്ഞുപോയ കാര്യമാണ്, ഭൂതകാലമാണ്. അതുകൊണ്ട് ഇവിടെ ഇസ് വരില്ല, ഹാസ് വരാൻ പാടില്ല. ഹി വാസ് സ്വിമ്മിങ് എങ്ങനെ ഷോർട്ട് ഫോം ആക്കാം? ഇതുപോലെ തന്നെ ഹി സെയിം. സോ ഹി വാസ് സ്വിമ്മിങ്. ഈ വാക്കാണ് തീരുമാനിക്കുന്നത് ഇത് വാസ് ആണോ, ഹാസ് അല്ല, ഈസു അല്ല, വാസ് ആണ് തീരുമാനം. ഇങ്ങനെയാകുമ്പോൾ ഷീയുടെ കാര്യം എടുക്കാം, ഇറ്റിൻ്റെ എടുക്കാം. ഇതുപോലെ തന്നെ ആണ് ആർ ഇ എന്ന ഷോർട്ട് ഫോം. അത് ആറാകാം, അത് വേറാകാം. എങ്ങനെ തീരുമാനിക്കും? ഈ ഇവിടെയുള്ള വാക്കല്ല, ഈ ഷോർട്ട് ഫോം കഴിഞ്ഞ് വരുന്ന വാക്കുകളുടെ ടെൻസ് ആണ് തീരുമാനിക്കുന്നത്. അത് വിർ ആണോ, വി വർ ആണോ, they are or they were ആണോ, അതാണ് തീരുമാനിക്കുന്നത്. അതുപോലെ അപ്പോസ്ട്രോഫി ഡി, ഇത് ഹാഡ് ആകാം, ഇത് വുഡ് ആകാം. ഇവിടെയുള്ള സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ്, ദേ അല്ല തീരുമാനിക്കുന്നത് ഹാഡ് ആണോ, വുഡ് ആണോ. അത് കഴിഞ്ഞു വരുന്ന പദപ്രയോഗങ്ങളാണ്, ടെൻസ് പ്രയോഗമാണ് തീരുമാനിക്കുന്നത് ഹി വുഡ് ആണോ, ഹി ഹാഡ് ആണോ. അങ്ങനെ ഓരോ ഫോം. ഇന്ന് അത് അടുത്ത ക്ലാസ്സിൽ കാണാം. തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ബൈ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.